ഓൺ റണ്ണിങ് ആഫ്റ്റർ വൺസ് ഹാറ്റ്. JK ചെസ്റ്റർട്ടൺ എഴുതിയിട്ടുള്ള ഈ ഒരു എസ്സേയുടെ ഹെഡിങ് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ഐഡിയയാണ് വരുന്നത്? I was very jealous when I came to know that London was flooded. ഈ ഒരു എസ്സേ ചെസ്റ്റർട്ടൺ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എനിക്ക് വളരെയധികം അസൂയ തോന്നി ലണ്ടനിൽ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് പറയുമ്പോൾ. പ്രളയത്തിനോട് പോലും പ്രണയം തുളുമ്പുന്ന വരികളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. When I was away in the countryside, my town is Battersea and it is one of the most beautiful localities. ഇദ്ദേഹം ഗ്രാമപ്രദേശത്തായിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ ലണ്ടനിൽ വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥലം ബാറ്റർസി ആണ്, അത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. വെൻ ഫ്ലഡ് കെയിം ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ മോർ ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ് മസ്റ്റ് ഹാവ് റിസംബിൾഡ് വെനീസ്. അപ്പോൾ ഈ ഒരു പ്രളയം വന്നപ്പോൾ ആ ഒരു ഏരിയ വളരെ മനോഹരമായിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്, കൂടുതൽ മനോഹരിയായിട്ടുണ്ടാവും, വെനീസ് പോലെ സുന്ദരമായിട്ടുണ്ടാവും. ദ ബുച്ചർ ആൻഡ് ദ ഗ്രീൻ ഗ്രോസർ മസ്റ്റ് ഹാവ് ബ്രോട്ട് things riding in boats on the rippling water. അലകളടിക്കുന്ന വെള്ളത്തിൽ തോണി തുഴഞ്ഞിട്ടായിരിക്കും കശാപ്പുകാരും ഗ്രീൻ ഗ്രോസേഴ്സൊക്കെ ആ ഒരു സമയത്ത് പോയിട്ടുണ്ടാവുക. An island is very beautiful. When a district is flooded, it became an archipelago. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഒരു ദ്വീപ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. പക്ഷേ ഒരു ജില്ല മുഴുവൻ വെള്ളം കയറുമ്പോൾ അതൊരു ദ്വീപ സമൂഹമായി മാറുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിലും പ്രളയം വന്നിട്ടുണ്ട്. പ്രളയത്തോട് പ്രണയം തോന്നിയിട്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടോ? Some people may think such romantic views of flood and fire are unreal, but with such a romantic view we can overcome inconveniences. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും വെള്ളപ്പൊക്കത്തെയും തീയെയും പറ്റിയുള്ള ഇത്തരം കാൽപ്പനിക ചിന്തകൾ ശരിയല്ല എന്ന്. പക്ഷേ അത്തരമൊരു കാൽപ്പനിക ചിന്ത നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ മറികടക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ചിന്തയാണ് നന്നാക്കേണ്ടത്. നമുക്ക് നല്ല ചിന്തകളാണെങ്കിൽ ഏതൊരു മോശം സിറ്റുവേഷനെയും നമുക്ക് മാറ്റാൻ പറ്റും എന്നാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു തൊപ്പിക്ക് പുറകിൽ ഓടുക എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളുടെ പിന്നാലെ ഓടുക എന്നൊരു ഫീല് കിട്ടണില്ലേ? A true optimist sees such things as opportunities for enjoyment, but the ordinary taxpayers complain about such things. ശരിക്കുള്ള ഒരു ഒപ്റ്റിമിസ്റ്റ്, അതായത് ശുഭാപ്തി വിശ്വാസമുള്ള ഒരാൾ, ആ പ്രദേശത്ത് ഇങ്ങനെയൊരു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അയാൾ അതിൽ സന്തോഷം കണ്ടെത്താനുള്ള കാരണങ്ങൾ തേടും. പക്ഷേ നികുതി കൊടുക്കുന്ന സാധാരണ മനുഷ്യൻ അവയെപ്പറ്റി പരാതി പറയുന്നു. റിയൽ പെയിൻ ഈസ് എ പോസിറ്റീവ് തിങ്, ആസ് ഇൻ ദ ബീങ് ബേൺഡ് ആസ് എ മാർട്ടിയർ ഓർ ഹാവിങ് എ ടൂത്ത് ഏക്ക്. കുറ്റവാളിയെ കത്തിക്കുകയോ പല്ലുവേദനയൊക്കെ ശരിക്കുള്ള വേദനകളാണ്. ഇറ്റ് ക്യാൻ ബി സപ്പോർട്ടഡ് ബട്ട് കാൻ ബി എൻജോയ്ഡ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ മനുഷ്യ സഹജം എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും, പക്ഷേ അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ടൂത്ത് ഏക്സ് കം ഓൺലി റെയർലി, ബട്ട് ബേണിംഗ് ഓഫ് പീപ്പിൾ ഹാപ്പൻസ് അറ്റ് വെരി ലോങ് ഇൻ്റർവൽസ്. പക്ഷേ പല്ലുവേദനകൾ വല്ലപ്പോഴുമാണ് വരുന്നത്. അതുപോലെ തന്നെ കുറ്റവാളികളെ കത്തിക്കുന്നത് വളരെ വിരളമായി സംഭവിക്കുന്ന ഒന്നാണ്. മോസ്റ്റ് ഓഫ് ദി ഇൻകൺവീനിയൻസസ് ദാറ്റ് മേക്ക് മാൻ angry and women cry are sentimental or imaginative inconveniences, things of the mind. ആണുങ്ങളെ ദേഷ്യം പിടിപ്പിക്കുകയും സ്ത്രീകളെ കരയിപ്പിക്കുന്നതുമായ മിക്കവാറും അസൗകര്യങ്ങൾ വെറുതെ വികാരപരവും ഭാവനാപരവുമാണ്. അവ മനസ്സിനെ മാത്രം ബാധിക്കുന്നവയാണ്. We hear people complaining of waiting for long in railway stations to catch trains. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കിട്ടാനായിട്ട് ആളുകൾ കാത്തു നിൽക്കുമ്പോൾ ഒരുപാട്
പരാതികൾ നമ്മൾ കേൾക്കാറുണ്ട്. ഡു വി ഹിയർ എ സ്മോൾ ബോയ് മേക്കിംഗ് സച്ച് എ കംപ്ലൈൻറ്റ്? പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ചെറിയ ആൺകുട്ടി എന്തെങ്കിലും ഇത്തരത്തിലുള്ള പരാതികൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ? നോ. ഫോർ ഹിം എ റെയിൽവേ സ്റ്റേഷൻ ഈസ് എ കേവ് ഓഫ് വണ്ടർ ആൻഡ് എ പാലസ് ഓഫ് പ്ലഷർ. ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ? കാരണം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ഗുഹയോ സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞിട്ടുള്ള ഒരു കൊട്ടാരമോ ആണ്. ഫോർ ഹിം ദ റെഡ് ലൈറ്റ് ആൻഡ് ദ ഗ്രീൻ ലൈറ്റ് ആർ ലൈക്ക് ദ സൺ ആൻഡ് ദ മൂൺ. അവനെ സംബന്ധിച്ചിടത്തോളം ആ ചുവപ്പും പച്ചൻ ലൈറ്റൊക്കെ സൂര്യനും ചന്ദ്രനും പോലെയാണ്. To him, when the wooden handle of the signal falls down quickly, it is like a king had thrown down his staff as a signal and started a shrieking tournament of trains. അവനെ സംബന്ധിച്ചിടത്തോളം സിഗ്നലിൻ്റെ ഹാൻഡിൽ താഴുമ്പോൾ അവൻ്റെ വിചാരം ഒരു രാജാവ് തൻ്റെ അധികാരചിഹ്നമായ വടി താഴത്തേക്ക് ഇടുന്നു, തീവണ്ടികളുടെ ഒരു മത്സരം ആരംഭിക്കുന്നു എന്നുമാണ്. I am like a boy in this. People waiting for a particular train also do certain things. ഈ ഒരു കാര്യത്തിൽ ഞാനും ഒരു കുട്ടിയെ പോലെയാണെന്നാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്. People waiting for a particular train also do certain things. ഒരു പ്രത്യേക ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. They are full of rich and fruitful meditation. അവരുടെ മനസ്സിലും പലതരത്തിലുള്ള ചിന്തകളായിരിക്കും. Many of my most joyful hours have been spent at Clapham Junction, which is now under water. ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയിലെ രസകരമായിട്ടുള്ള പല സംഭവങ്ങളും നടന്നിട്ടുള്ള ക്ലാഫം എന്ന് പറയുന്ന ജംഗ്ഷൻ ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലാണ്. I have been there in many moods, so fixed in thoughts, inconveniences. It all depends how we take them. Most of the things that are talked about are the nuisance of everyday life. അവിടെ പലപ്പോഴും ചിന്തയിലാണ്ട് വിവിധ അവസ്ഥകളിലായി ഞാൻ നിൽക്കാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിൽ എൻ്റെ അരക്ക് വരെ വെള്ളം കയറിയാലും ഞാൻ അറിയത്തില്ല. എല്ലാ അസൗകര്യങ്ങളും നാം എങ്ങനെയാണ് ആ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത് എന്നത് ആശ്രയിച്ചിരിക്കും. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന മിക്കവാറും കാര്യങ്ങൾ ദൈനംദിന ജീവിതത്തിലെ ശല്യങ്ങൾ മാത്രമാണ് അല്ലേ? വെയിൽ വന്നാൽ നമ്മൾ പറയും, ഹൗ എന്തൊരു വെയിലാ, ചൂട് സഹിക്കണില്ലാന്ന്. എന്നാൽ മഴ വന്നാൽ പറയും, ഈ നശിച്ച മഴ, അങ്ങനെ തന്നെയാണ് പറയാറ്. ഈ നശിച്ച മഴ കാരണം ഒന്ന് പുറത്തിറങ്ങാൻ പറ്റണില്ലല്ലോ. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ ഏതൊരു സിറ്റുവേഷനും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എത്ര നല്ല കാര്യമാണെങ്കിൽ പോലും അതൊരു ശല്യമായി തോന്നും. For example, people feel that it is unpleasant to have to run after one's hat. അപ്പോൾ വീണ്ടും നമ്മുടെ ചെസ്റ്റർട്ടൺ പറയുകയാണ്, ഒരാൾ തൻ്റെ തൊപ്പിക്ക് പുറകിൽ ഓടുക എന്ന് പറഞ്ഞാൽ എത്ര അരോചകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്, എത്ര വെറുപ്പുളവാക്കുന്നതാണ് ആ ഒരു കാഴ്ച എന്ന്. Why it should be unpleasant to the well-ordered and pious people? ഭക്ഷ്യഭക്തരായ നല്ല ചിട്ടയുള്ള മനസ്സുള്ളവർക്ക് എന്തിനാണ് അവർ ഇത്ര പ്രയാസം ഒരു തൊപ്പിയുടെ പിന്നാലെ ഓടുമ്പോൾ തോന്നുന്നത്? ഇറ്റ് ഈസ് ട്രൂ, റണ്ണിങ് മേക്സ് വൺ ടയേർഡ്. അത് സത്യമാണ്. ഒരുപാട് ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നും? ക്ഷീണം തോന്നും. ബട്ട് വി സീ പീപ്പിൾ റൺ മച്ച് ഫാസ്റ്റർ ഇൻ ഗെയിംസ് ആൻഡ് സ്പോർട്സ്. പക്ഷെ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഒരുപാട് ദൂരം വളരെ ആസ്വദിച്ച് ഓടുന്നുണ്ട്. അത് സ്പോർട്സിലും ഗെയിംസിലൊക്കെയാണ് കാണാൻ കഴിയുന്നത്. ദ സെയിം പീപ്പിൾ ഹു കംപ്ലെയിൻ അബൌട്ട് റണ്ണിങ് ആഫ്റ്റർ എ സിൽക്ക് ഹാറ്റ് വിൽ ഗ്ലാഡ്ലി റൺ ആഫ്റ്റർ എ ലിറ്റിൽ ലെതർ ബോൾ. ഇത്തരത്തിൽ ഒരു തൊപ്പിയുടെ പിന്നാലെ ഒരു സിൽക്ക് ലെതർ ഹാറ്റ് അല്ലേ, അതിൻ്റെ പിന്നാലെ ഓടേണ്ടി വരുമ്പോൾ കംപ്ലയിൻറ്റ് പറയുന്ന പലവരും ഒരു ലെതർ ബോള്, ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ ലെതർ ബോളാണ് അല്ലേ, അതിൻ്റെ പിന്നാലെ വളരെ സന്തോഷത്തോടു കൂടി ഓടുന്നത് കാണാറുണ്ട്. When people say it is humiliating to run after one's hat, they mean it is a comic. തൊപ്പിയുടെ പുറകെ ഓടുന്നത് നാണക്കേടാണ് എന്ന് ചിലർ പറയുമ്പോൾ അതിനർത്ഥം അത് വിനോദകരമായിട്ടുള്ളൊരു കാഴ്ച ആണെന്നാണ്. മാൻ ഈസ് എ വെരി കോമിക് ക്രിയേച്ചർ. മനുഷ്യൻ തന്നെ ഒരു കോമിക് സൃഷ്ടിയാണ്. മോസ്റ്റ് ഓഫ് ദി തിങ്സ് ഹി ഡസ് ആർ കോമിക്. ഈറ്റിംഗ് ഫോർ ഇൻസ്റ്റൻസ്.
അവൻ ചെയ്യുന്ന പല കാര്യങ്ങളും വിനോദപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ആഹാരം കഴിക്കുന്നത്. ഒരു ബുഫേയിലൊക്കെ പോയിട്ട് എല്ലാതും ടേസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരാളുടെ ചിത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്ക്. ഒരു കോമിക് ഫീൽ ചെയ്യണില്ലേ? ദ മോസ്റ്റ് കോമിക് തിങ് ആർ ദ മോസ്റ്റ് വർത്തി ടു ഡു, ലൈക്ക് മേക്കിംഗ് ലവ്. ഏറ്റവും കോമിക്കായിട്ടുള്ള കാര്യമാണ് ഏറ്റവും വിലമതിക്കപ്പെടുന്നത്. സെക്സിൽ ഏർപ്പെടുക പോലത്തെ കാര്യങ്ങൾ, അതൊക്കെ വളരെ കോമിക്കുള്ളതാണ്, പക്ഷെ എന്താണ്, ഏറ്റവും വിലമതിക്കുന്നതുമാണ്. എ മാൻ റണ്ണിങ് ആഫ്റ്റർ എ ഹാറ്റ് ഇസ് നോട്ട് ഹാഫ് റെഡിക്കുലസ് ആസ് എ മാൻ റണ്ണിങ് ആഫ്റ്റർ എ വൈഫ്. തൊപ്പിയുടെ പുറകെ ഓടുന്ന ഒരു മനുഷ്യൻ ഭാര്യയുടെ പുറകിൽ ഓടുന്ന മനുഷ്യൻ്റെ പകുതി പോലും പരിഹാസ്യനല്ല. A man in the right mind can run after his hat with courage and joy. ശരിയായി ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ധൈര്യത്തോടെയും സന്തോഷത്തോടെയും തൻ്റെ തൊപ്പിക്ക് പുറകെ ഓടാൻ പറ്റും. He can think of himself as a huntsman pursuing a wild animal. ഒരു കാട്ടുമൃഗത്തെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അത്. A hat could be wilder than an animal. കാട്ടുമൃഗത്തേക്കാൾ കൂടുതൽ പ്രയാസമുള്ളതായിരിക്കും പറന്നു നടക്കുന്ന ഒരു തൊപ്പിയെ പിടിക്കുക എന്നത്. ഹാറ്റ് ഹണ്ടിങ് ഓൺ വിൻഡി ഡേയ്സ് വിൽ ബി എ സ്പോർട്സ് ഫോർ ദ അപ്പർ ക്ലാസ്സസ്. ഉപരിവർഗത്തിന് ഭാവിയിൽ തൊപ്പിക്കുള്ള ഓട്ടം ഒരു കായിക വിനോദമായി മാറുവാൻ സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. There will be a gathering of ladies and gentlemen on some high ground on a windy morning. നല്ല കാറ്റുള്ള ദിവസം ഉയർന്നൊരു പ്രദേശത്ത് കാണികൾ വന്നു നിൽക്കുന്നു. They will be told professional attendants have started chasing a hat in a certain thicket. ഒരു പ്രത്യേക സ്ഥലത്ത് മരങ്ങളും മറ്റു ചെടികളും നിൽക്കുന്നതിനിടയ്ക്ക് പ്രൊഫഷണൽ കളിക്കാർ കാറ്റിൽ പറന്നു നടക്കുന്ന തൊപ്പി പിടിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. This will combine sports with humanitarianism. ഇവിടെ രണ്ട് തരത്തിലുള്ള വിനോദങ്ങളുണ്ട്. ഒന്ന് സ്പോർട്സാണ്, രണ്ടാമത്തായിട്ട് അതൊരു മനുഷ്യത്വമുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. They will be giving pleasure to the onlookers. The hunters of the hat do not inflict any pain on others എന്നാണ് പറയുന്നത്. തൊപ്പി പിടിക്കാൻ ഓടുന്നവർ ആരെയും വേദനിപ്പിക്കാറില്ല. നമുക്കറിയാം പല ഗെയിംസും അല്ലെങ്കിൽ സ്പോർട്സ് ഇവൻറ്റ്സൊക്കെ ഒന്നും മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്ക്. ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഓട്ടമത്സരമാണെങ്കിലും കൂടെയുള്ള ഒരാളെ ചെറുതായിട്ടെങ്കിലും വേദനിപ്പിക്കാതെ ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു തൊപ്പിക്ക് പിന്നാലെ ഓടുമ്പോൾ അത് ഒരാൾക്ക് വേദന കൊടുക്കില്ല എന്നാണ് പറയുന്നത്. They will be giving pleasure to the onlookers. When I saw an old gentleman running after his hat in Hyde Park, I told him that he should be happy that he is giving a lot of pleasure to the crowd watching him. അപ്പോൾ ഇദ്ദേഹം ഒരിക്കൽ ഹൈഡ് പാർക്കിൽ ഒരു വയസ്സായ ജെൻറ്റിൽമാൻ ഇങ്ങനെ സ്വന്തം തൊപ്പിക്ക് പുറകിൽ ഓടുമ്പോൾ അദ്ദേഹത്തിനോട് ചെസ്റ്റർട്ടൻ പറഞ്ഞത്രേ, നിങ്ങൾ ഒരുപാട് സന്തോഷിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സന്തോഷം കൊടുക്കുന്നുണ്ട്. നമ്മൾ മറ്റൊരാൾ തൊപ്പിക്ക് പുറകിൽ ഓടുന്നത് കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ വാച്ച് ചെയ്യുമ്പോൾ ഒരു ആനന്ദം തോന്നാറുണ്ട് അല്ലേ. ദ പ്രിൻസിപ്പിൾ ക്യാൻ ബി അപ്ലൈഡ് ടു എവറി അതർ നോർമൽ ഡൊമസ്റ്റിക് വറി. വീടുകളിൽ സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഈ തത്വം സ്വീകരിക്കാവുന്നതാണ്. ഒരാളുടെ പ്രശ്നം അത് മറ്റൊരാൾക്ക് ഒരിക്കലും ഒരു പ്രശ്നമാവില്ല. ചിലപ്പോൾ ഒരാൾ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു സന്തോഷ കാഴ്ചയായി മാറാറുണ്ട്. എ ജെന്റിൽമാൻ ഫീൽസ് ഇറിറ്റേറ്റഡ് വെൻ ഹി ട്രൈസ് ടു റിമൂവ് എ ഫ്ലൈ ഫ്രം ഹിസ് മിൽക്ക് ഓർ ഗെറ്റ് എ കോർക്ക് ഔട്ട് ഓഫ് ഹിസ് ഗ്ലാസ് ഓഫ് വൈൻ. തൻ്റെ പാലിൽ നിന്ന് ഈച്ചയെടുത്ത് കളയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ വീഞ്ഞ് ഗ്ലാസ്സിൽ നിന്ന് കോർക്കെടുത്ത് കളയാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് ഇറിറ്റേഷൻസ്, കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കുറച്ച് പ്രയാസം തോന്നാൻ സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു കുളത്തിനരികെ നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ആളുകളുടെ ക്ഷമയെപ്പറ്റി ചിന്തിക്കാവുന്നതാണ്. He will then feel happy and peaceful.
ആ ഒരു ക്ഷമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മീനിന് വേണ്ടിയിട്ട് ചൂണ്ടയിടുന്ന ഒരു ചൂണ്ടൽക്കാരൻ്റെ ക്ഷമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിസ്സാര സംഗതികൾ വരുമ്പോൾ നമുക്കും അല്പം സന്തോഷം സമാധാനമൊക്കെ തോന്നും. I know some people who feel distressed at some theological terms the meaning of which they can't understand. തിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രം. ദൈവശാസ്ത്രത്തിലെ ചില പ്രയോഗങ്ങൾ മനസ്സിലാവാതെ വിഷമിക്കുന്ന പലരെയും എനിക്കറിയാം. എ ഫ്രണ്ട് ഓഫ് മൈൻ ഹാഡ് ദിസ് പ്രോബ്ലം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. I then told him that the sense of wrong was quite personal and relative. ഞാനപ്പോൾ അവനോട് പറഞ്ഞു, ശരിയും തെറ്റും ഒക്കെ ഒരാളുടെ ചിന്തയ്ക്ക് അനുസൃതമാണെന്നും അതൊക്കെ ആപേക്ഷികമാണെന്നും പറഞ്ഞു. അതായത് ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മുന്നേ നമ്മൾ തെറ്റായിട്ട് തോന്നിയതായിരിക്കും, പക്ഷേ പിന്നീട് കുറച്ചും കൂടി വിവേകം വെക്കുമ്പോൾ ആ തെറ്റിൽ ഒരു ശരി കണ്ടെത്താൻ നമുക്ക് കഴിയണം എന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോരുത്തരുടെ മാനസിക അവസ്ഥ അനുസരിച്ചിട്ടായിരിക്കും പല തെറ്റുകളും ശരികളും വരുന്നത്. The meaning of something depended on the person who made it. അതിൻ്റെ അർത്ഥം അത് ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കും. ഇഫ് യു ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് സം പവർഫുൾ എനിമി ദ സ്ട്രഗിൾ വിൽ ബിക്കം എക്സൈറ്റിംഗ് ആൻഡ് നോട്ട് ടയേഴ്സം. ഇപ്പോൾ നമ്മളെക്കാൾ ശക്തനായ ഒരു ശത്രുവിനോട് പോരാടണമെന്ന് വിചാരിച്ചോ, അപ്പോൾ ആ ഒരു പോരാട്ടം എങ്ങനെയാണ്, കൂടുതൽ എക്സൈറ്റിംഗ് ആയിരിക്കും, അതേപോലെ അതിൽ ഒരു ക്ഷീണവും തോന്നാറില്ല. ഉദാഹരണത്തിൽ ഗെയിംസൊക്കെ കളിക്കുമ്പോൾ പലപ്പോഴും അങ്ങനെയാണ് അല്ലേ, നമുക്ക് മുന്നിൽ ശക്തനായ ഒരു എതിരാളി ഉണ്ട് എന്നുള്ളൊരു ഫീല് വരുമ്പോഴാണ് നമ്മളത് വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് വളരെയധികം ക്ഷമയോട് കൂടിയിട്ട് ക്ഷീണമൊന്നും തോന്നാതെ കളിക്കുന്നത്. ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചിലത് വളരെ ശക്തി കൂടിയതാണെങ്കിൽ അത് അത്രയും എക്സൈറ്റഡ് ആയിട്ട് വളരെയധികം ചുറുചുറുക്കോടുകൂടി കളിക്കണം എന്നാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്. Imagine you are tugging up a lifeboat out of the sea, or you are pulling out a man from a crack in the Alps, or imagine that you are a boy again engaged in a tug of war between French and English. ഒരു നിമിഷം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, കടലിൽ നിങ്ങൾ ഒരു ജീവൻ രക്ഷാ ബോട്ട് വലിക്കുകയാണെന്ന്. അല്ലെങ്കിൽ ആൽസ് പർവ്വതത്തിലെ ഒരു വിള്ളലിൽ പെട്ടുപോയ ഒരു മനുഷ്യനെ വലിച്ചു പുറത്തെടുക്കുകയാണെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ഫ്രഞ്ച് കുട്ടികളും ഇംഗ്ലീഷ് കുട്ടികളും തമ്മിൽ നടക്കുന്ന വടംവലിയിൽ നിങ്ങളും ഒരു കുട്ടിയാണെന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരു എതിരാളിയെ നേരിടാണെന്ന് വിചാരിക്കുക. അതായത് ഒരു വടംവലി അല്ലേ, ഒരു തീറ്റ മത്സരം, അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സ്പൂൺ റൈസ്. അതൊന്ന് ചിന്തിച്ച് നോക്ക്, എത്ര ആവേശത്തോട് കൂടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ എന്തല്ലാതായി മാറും, പ്രശ്നമല്ലാതായി മാറും. I am sure my words were fruitful. I think he is fighting the battle of life successfully, uttering encouraging shouts to himself and seeming to hear applauses all around him. അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ കൂട്ടുകാരൻ ഇതൊക്കെ കേട്ടിട്ട് അയാൾക്ക് കുറച്ച് എനർജി കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ജീവിതത്തിലെ പല പ്രതിസന്ധികളും അദ്ദേഹം വളരെ രസത്തോടു കൂടിയിട്ട് കൈകാര്യം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ആർപ്പുവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിന് ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കയ്യടികൾ കേൾക്കാൻ കഴിയുന്നുണ്ടാവും എന്നൊക്കെ ചെസ്റ്റർട്ടൺ വിചാരിക്കുന്നു. I am sure that even the floods in London may be accepted and enjoyed if one has the right attitude. ലണ്ടനിലുള്ള വെള്ളപ്പൊക്കം പോലും നല്ല രീതിയിൽ ആളുകൾക്ക് സ്വീകാര്യമാകുന്നതാണ്, അതിൽ ആസ്വാദകരമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താവുന്നതാണ്. പക്ഷെ അതിനെന്ത് വേണം, ഒരു മനുഷ്യന് ശരിയായിട്ടുള്ള ചിന്ത ശേഷി വേണം. They do not cause anything beyond inconveniences. ആ വെള്ളപ്പൊക്കം ചില അസൗകര്യങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. ഇൻകൺവീനിയൻസ് ഈസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് ലൈഫ്. അസൗകര്യം എന്നത് ജീവിതത്തിൻ്റെ ഒരു വശം മാത്രമാണ്. An adventure is only as inconvenience rightly considered.
സഹപ്രവർത്തികൾ ശരിയായ രീതിയിൽ ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന അസൗകര്യങ്ങൾ മാത്രമാണ്. നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ, മത്സ്യത്തൊഴിലാളികൾ അവരുടെ ചിന്തയിലും പല അസൗകര്യങ്ങളും വന്നിട്ടുണ്ടാവും. പക്ഷെ അവർ ശരിയായിട്ട് ചിന്തിക്കുമ്പോൾ ആണ് അത്തരത്തിലുള്ള സ്ട്രഗിൾസ് വരുന്നത്. പിന്നെ അതുമല്ല, അത് നല്ല രീതിയിൽ അവർ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ മറികടന്ന് അത് ഇപ്പോൾ നമ്മുടെ ഇതിൽ ഒരു ഓർമ്മ മാത്രമായി മാറിയിരിക്കുകയാണ് പ്രളയം അല്ലേ. അപ്പോൾ അന്ന് പ്രളയത്തെക്കുറിച്ച് ഒരുപാട് ദുഷിച്ച ചിന്തകൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രളയത്തിൽ നിന്ന് കിട്ടിയ പല പാഠങ്ങളും മൂല്യമില്ലാതായി മാറുമായിരുന്നു. The water that surrounded the houses and shops of London simply increased their attraction and wonder. ലണ്ടനിലെ വീടുകളും ഷോപ്പുകളിലും വെള്ളം കയറിയപ്പോൾ അവയുടെ ഭംഗിയും ആകർഷണീയതയും ഒന്നുകൂടി വർദ്ധിച്ചെന്ന് കരുതിയാൽ പോരെ. A Roman Catholic priest in a story said, "Wine is good with everything except water." We can say that water is good with everything except wine. ഒരു കഥയിൽ ഒരു കത്തോലിക്ക പുരോഹിതൻ പറഞ്ഞു, വീനിൻ്റെ കൂടെ എല്ലാം നല്ലതാണ്, വെള്ളമൊഴിച്ച്. നമുക്ക് പറയാം, എല്ലാത്തിൻ്റെയും കൂടെ വെള്ളം നല്ലതാണ്, വീഞ്ഞ് ഒഴിച്ച്. അപ്പോൾ ഒരു പ്രളയം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ ലഹരി കലർത്താതെ, അതായത് നമ്മളിപ്പോൾ ചില വെള്ളം മൂവി കണ്ടിട്ടുണ്ടാവും. ആ ഒരു വെള്ളം മൂവിയിൽ ജയസൂര്യ വെള്ളം, അതായത് വൈനല്ല അതിനേക്കാളും വീര്യം കൂടിയ പല ലഹരികളും ഉപയോഗിച്ച് അദ്ദേഹം സ്വന്തം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷേ പ്രശ്നങ്ങൾ തന്നെ ഒരു ലഹരിയാക്കി മാറ്റി നമുക്ക് പലതരത്തിലുള്ള, ചിലപ്പോൾ ഫിസിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും, ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആയിരിക്കും, ചിലപ്പോൾ ലവ് ഫെയിലിയർ ആയിരിക്കും. പക്ഷേ അതിന് ലഹരിക്കൊന്നും അടിമപ്പെടേണ്ട ആവശ്യമില്ല. അത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ നമ്മൾ എങ്ങനെയാണോ നേരിടുന്നത് അതുപോലെ അങ്ങോട്ട് നേരിട്ടാൽ മതി. അപ്പോൾ ആ പ്രശ്നങ്ങളിലും പിന്നീട് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നത്തിൽ നിന്നുകൊണ്ട് പോലും അതിൽ ആകർഷണീയത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ്സ് കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് ചെസ്റ്റർട്ടൺ പറയുന്നത്.